ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് മുൻ രാഷ്ട്രപതി യശശരീരനായ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. വാട്ട് സയൻസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വപ്നങ്ങളെ റോക്കറ്റുകളിലൂടെ ആകാശങ്ങളുടെ അതിരുകൾ കടത്താനും കലാം നമ്മളെ പഠിപ്പിച്ചു. ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ആകാശത്തിനപ്പുറം ചിന്തിച്ച് പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ്. ആകാശത്ത് ആശുപത്രി, പരീക്ഷണശാലകൾ എന്നിങ്ങനെ പലതും ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യത്തിന്റെ വക്കിലാണ്. അവയെല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. 15,000-ഓളം കൃത്രിമ ഉപഗ്രഹങ്ങൾ മനുഷ്യൻ തൊടുത്തുവിട്ടതിൽ പകുതി മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി കത്തിപ്പോകുകയോ പ്രവർത്തനരഹിതമായി ആകാശത്ത് ചുറ്റിത്തിരികയോ ചെയ്യുന്നുണ്ട്. ഇത്തരം ഉപഗ്രഹങ്ങളിൽ പലതിലും ഇന്ധനമില്ല. ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ ഇവ പ്രവർത്തിക്കുമെന്നാണ് അമേരിക്കയിലെ ഓർബിറ്റ് ഫാബ് എന്ന കമ്പനി പറയുന്നത്. പക്ഷേ ഈ പ്രക്രിയ അതിസങ്കീർണമാണ്. ഇത്തരം ഉപഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുകയോ ഭ്രമണപഥങ്ങളിൽ നിന്ന് വലിച്ചു മാറ്റുകയോ ചെയ്യാനാവില്ലെന്നും ഓർബിറ്റ് ഫാബ് പറയുന്നു. പിന്നെ എന്താണ് പോംവഴി? പോയത് പോകട്ടെ, ഇനി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളിൽ വീണ്ടും ഇന്ധനം നൽകാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ശ്രമം. സ്വപ്നമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, പക്ഷേ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. റാഫ്റ്റി അഥവാ റാപ്പിഡ് അറ്റാച്ചബിൾ ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ഇന്റർഫേസ് എന്ന വാൽവ് ഉപയോഗിച്ച് 2 തരം ഇന്ധനം ഒന്നിച്ച് പേടകത്തിലേക്ക് ഒഴുക്കിവിടാനാവും. ഒപ്പം തന്നെ അതിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുക്കാനുമാവും. ലോകത്ത് ഇതാദ്യമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ ഉൽപ്പന്നം ആകാശത്തിലെ ഇന്ധന സ്റ്റേഷൻ എന്നു തന്നെ പറയാം. ഇന്ന് നിലവിലുള്ള ഏതുതരം ഇന്ധനവും റാഫ്റ്റിയിലൂടെ നൽകാനാവും. ആകെ ചെയ്യേണ്ടത് ഉപഗ്രഹം നിർമ്മിക്കുമ്പോൾ ഇതിനുള്ള സംവിധാനം കൂടി ഘടിപ്പിക്കണം എന്നതാണ്. നമ്മുടെ കാറുകളിൽ ഇന്ധനം നിറയ്ക്കാൻ ദ്വാരം ഇട്ടിരിക്കുന്നത് പോലെ ഒരുതരം പോർട്ട് ഉപഗ്രഹങ്ങളിലും ഘടിപ്പിച്ചാൽ റാഫ്റ്റിയിലൂടെ ഇന്ധനം നൽകാനാവും. ഓർബിറ്റ് ഫാബ് സ്വയം തങ്ങളെ വിശേഷിപ്പിക്കുന്നത് ആകാശത്തെ പെട്രോൾ പമ്പ് എന്നാണ്. ഉപഗ്രഹങ്ങൾക്ക് മാത്രമല്ല, സ്പേസ് ഷട്ടിലുകൾക്കും ഇന്ധനം റാഫ്റ്റിയിലൂടെ നൽകാനാവും. ഓർബിറ്റ് ഫാബ് ഇപ്പോൾ തന്നെ റാഫ്റ്റിക്ക് വേണ്ടി പരസ്യം നൽകി കഴിഞ്ഞു. ഹൈഡ്രാസിൻ എന്ന പേരിൽ മിക്ക ഉപഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്ന ഇന്ധനം നൽകാനുള്ള റാഫ്റ്റിക്ക് 170 കോടി രൂപയോളം വില വരും. കേൾക്കുമ്പോൾ പേടി തോന്നും, പക്ഷേ റാഫ്റ്റിയിലൂടെ ലഭിക്കുന്ന വരുമാനം കണക്കാക്കുമ്പോൾ ഇത് തുച്ഛമാണ്. റാഫ്റ്റിക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ 2018 തന്നെ തുടങ്ങിയിരുന്നു. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് ഇതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ഭൂമിയിൽ ഇന്ധനം നിറയ്ക്കുന്നത് പോലെയല്ല ആകാശത്തെ ഈ പ്രക്രിയ. അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് ഇന്ധനം നിശ്ചിത എഞ്ചിനിലേക്ക് പമ്പ് ചെയ്യണം. ഇതായിരുന്നു ഓർബിറ്റ് ഫാബിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ചതോടെ ബഹിരാകാശ ശാസ്ത്രത്തിലെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. 1 കിലോഗ്രാം ഇന്ധനം ഉണ്ടെങ്കിൽ തന്നെ വർഷങ്ങളോളം ഉപഗ്രഹത്തെ പ്രവർത്തിപ്പിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാമെന്ന് കണ്ട കമ്പനികൾ ഇപ്പോൾ ഓർബിറ്റ് ഫാബിന്റെ കണ്ടുപിടുത്തത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഭൂമിയോടടുത്ത് ലിയോ എന്ന ഭ്രമണപഥത്തിൽ ടാങ്കർ 00 ടെൻസിംഗ് എന്ന ബഹിരാകാശ ടാങ്കറിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. കൂറ്റൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെടുന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കുള്ള 2 ടാങ്കറുകളും നിർമ്മാണത്തിലാണ്. തങ്ങളുടെ ബഹിരാകാശ പദ്ധതികളിൽ നിന്ന് പരമാവധി വരുമാനം ഉണ്ടാക്കാൻ ഇനി കമ്പനികൾ റാഫ്റ്റിയെ ആശ്രയിക്കുമെന്നത് ഉറപ്പാണ്.